നമസ്കാരം. ധനേഷ് സ്പീക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നെടുമങ്ങാട്ട് 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റെടുത്തു പയ്യൻ എന്നാണ് അറിഞ്ഞത്. അതിന് രണ്ടാനച്ഛൻ്റെ ആ കുഞ്ഞിന് ഒത്താശ ചെയ്തു കൊടുത്തത്, അടിക്കും പിടിക്കും എല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തത് സ്വന്തം പെറ്റ തള്ളയാണ്. ഇടി മഹാഭാവി, നിനക്കിത് എങ്ങനെ തോന്നുന്നു? നീ പ്രസവിച്ചൊരു കുഞ്ഞല്ലേ അത്. നിനക്കൊക്കെ അതിനെ വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് എത്രയോ അനാഥാലയത്തിൻ്റെ ഫ്രണ്ടുണ്ട്, അവിടെ പോയി കൊടുത്താൽ പോരായിരുന്നു. അല്ലെങ്കിൽ എത്രയോ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉള്ള നിങ്ങളുടെ ബന്ധുക്കൾക്ക് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കി അന്വേഷിച്ച് കൊടുക്കരുതായിരുന്നു. ഒരു കുഞ്ഞിനെ ഇങ്ങനെയിട്ട് ക്രൂരമർദ്ദനങ്ങൾ കൊടുക്കുമ്പോൾ ഇവരെല്ലാം എന്തിനിങ്ങനെ, ഈ വീട്ടുകാർ നാട്ടുകാർ ഇവരെല്ലാം അറിഞ്ഞിട്ട് എന്തിന് ഉള്ളു പടക്കിയത്? വാർത്ത അറിഞ്ഞിട്ടേ. എനിക്ക് ഒരു 1.5 വയസ്സുള്ള മോനാണ്, 1.5 വയസ്സ് കഴിഞ്ഞ മോനാണ്. അപ്പോൾ 2 വയസ്സാവാറായി. അത് എവിടെയെങ്കിലും ഒന്ന് വീഴുകയോ തട്ടുകയോ മുട്ടുകയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചിനകത്ത് ആളരാ. അത് ഒന്ന് എവിടെയെങ്കിലും വീഴുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പേടി. അത് എന്നെ അടുത്തറിയാവുന്ന എൻ്റെ വീട്ടുകാർക്കോ അല്ല എൻ്റെ അച്ഛനമ്മയ്ക്കോ എൻ്റെ ഭാര്യയ്ക്കോ ആയാലും എൻ്റെ ബന്ധുക്കാരും എൻ്റെ സുഹൃത്തുക്കൾക്ക് വരെ അറിയാം. എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ചെന്നാൽ എൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞ് വരെ ഞാൻ അത്രയും കെയർ ചെയ്ത് ഇരുത്തുകയും പിടിക്കുകയൊക്കെ ചെയ്യില്ല. പിടിച്ചോ എന്നൊക്കെ ഞാൻ പറയും. അത്രയും ആളിലുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പം ഈ പൊടിക്കുഞ്ഞ് ഇങ്ങനൊരു സഹിക്കാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ട് കഷ്ടം. എനിക്കൊരു 10 വയസ്സുള്ളൊരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് തമിഴ്നാട്ടിൽ 2 അമ്മമാർക്ക് കൊടുത്ത ശിക്ഷ എന്തെന്നറിയാം. 1.5 വയസ്സുള്ളൊരു കുഞ്ഞിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തക്കതായ ശിക്ഷ ആ പട്ടിക്കഴിവുള്ള മോന് കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ്, അവന് മാത്രമല്ല അവക്കും പ്രതികരിക്കണം. എല്ലാവരും പ്രതികരിക്കണം. 1.5 വയസ്സുള്ളൊരു പൊടിക്കുഞ്ഞ് എന്ത് പഴിച്ചു സഹിക്കുന്നില്ല കേട്ടിട്ട്. അതുകൊണ്ട് തക്കതായ ശിക്ഷ അവനും ആ മറ്റേ മോക്കും കൊടുക്കണം. കിട്ടട്ടെ എന്ന്, മാക്സിമം ശിക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കണം. ജനങ്ങൾ പ്രതികരിക്കും. ഇതിന് വേണ്ടിയിട്ടൊക്കെ പ്രതികരിക്കണം. അവനെയൊക്കെ ഉണ്ടല്ലോ നാട്ടുകാരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണം. പോലീസ് സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നതിന് പകരം ഉണ്ടല്ലോ 2 കിട്ടട്ടെ എന്ന് വിചാരിക്കണം. 2 മിനിറ്റ് നാട്ടുകാർക്ക് അങ്ങോട്ട് ഇട്ട് കയ്യേറ്റം എടുക്കാൻ അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് പിടിച്ചെടുത്തോണ്ട് നിങ്ങൾ പോകും. പറ്റുമോ?